എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ജൂൺ 7 വരെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കും മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് SC/ST വിഭാഗം ആണെങ്കിൽ 400 രൂപയും മറ്റു വിഭാഗങ്ങൾക്ക് 800 രൂപയുമാണ് അപേക്ഷാ ഫീസ് ഇനത്തിൽ വരിക. അപേക്ഷയ്ക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ, പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യൽ. ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഒന്നുകിൽ ഓൺലൈൻ ആയിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നൽകി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപേക്ഷ നൽകുന്ന സമയത്ത് തെറ്റായിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ നൽകുന്ന വിവരങ്ങൾ തെറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും പേര് അതുപോലെ ജെൻഡർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നൽകുന്ന ഡീറ്റെയിൽസുകൾ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് കൃത്യമാണ് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സുകളും തെറ്റിപ്പോയിട്ടില്ല, മാറിപ്പോയിട്ടില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് അതുപോലുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സുകൾ ഇതുപോലുള്ളവ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത്. കാരണം നിങ്ങൾ നീറ്റിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ lbscenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഏറ്റവും അടിയിലായിട്ട് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സസ് 2025-26 എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇനി കോഴ്സുകളുടെ യോഗ്യതയും കാര്യങ്ങളൊക്കെ നോക്കുന്നതിനായിട്ട് ഇവിടെ പ്രസ് റിലീസ് നോക്കാം. പ്രസ് റിലീസ് ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എന്താണ് ഓരോ കോഴ്സിൻ്റെയും യോഗ്യത, ഏതൊക്കെയാണ് കോഴ്സുകൾ എന്ന് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത അതുപോലെ തന്നെ ഈ ഒരു സ്വാശ്രയ കോളേജുകളിലേക്കുള്ള ഗവൺമെൻറ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ സർക്കാർ നിയന്ത്രിത കോസ്റ്റ് ഷെയറിംഗ് സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകളുണ്ട്, സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്. അപ്പോൾ ഈ ഒരു വിവിധ കോളേജുകളിലെ 2025-26 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ്, BSc MLT, BSc പ്രൊഫഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, PPT, BASLP, BCVT, അതുപോലെ തന്നെ BSc ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ BSc ഒക്യുപ്പേഷണൽ തെറാപ്പി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc റേഡിയോ തെറാപ്പി ടെക്നോളജി, BSc ന്യൂറോ ടെക്നോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, BSc ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് lbscenter.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ മുഖേനയായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ നിങ്ങൾക്ക് 2025 മെയ് 14 മുതൽ ജൂൺ 4 വരെ ഫീസ് അടക്കാവുന്നതാണ്. ജനറൽ അതുപോലെ SC/BC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുള്ള അവസാന തീയതി ജൂൺ 7 വരെയാണ്. പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. BSc നഴ്സിംഗിനും BASLP, BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് ഇവ ഒഴികെയുള്ള മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ +2 ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസ്സായിരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ 50% മാർക്കോടെ ജയിച്ചവർ പ്രവേശനത്തിന് അർഹരാണ്. അതായത് +2 നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ഓരോന്നില്ല ടോട്ടലായിട്ട് 50% മാർക്ക് വേണം. എന്നാൽ നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഓരോന്നും പ്രത്യേകം പാസ്സായിരിക്കുകയും ചെയ്തിരിക്കണം എന്നിവയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് അടുത്തതായിട്ടുള്ളത് BASLP കോഴ്സിന് ഈ ഒരു കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ +2 ഹയർ സെക്കൻഡറി പരീക്ഷയോ അതുപോലെ തന്നെ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസ്സായിരിക്കണമെന്ന് നിബന്ധനയ്ക്ക് വിധേയമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോളജിക്ക് പകരമായിട്ട് മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്.
അപ്പോൾ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി അതിനുശേഷം ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി ഇവയിൽ ഏതെങ്കിലും കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്നിവയ്ക്ക് മൊത്തത്തിൽ 50% മാർക്കോടെ ജയിച്ച വിദ്യാർത്ഥികൾ ആയിരിക്കണം. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഓരോന്നും പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബയോളജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി ഇവയിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായാലും മതിയാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി പാസ്സാകണം. അപ്പോൾ അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഈ ഒരു മൂന്നാമത്തെ ബയോളജിക്ക് പകരമുള്ള ആ ഒരു സബ്ജക്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു വിദ്യാർത്ഥികൾക്ക് അതായത് BA SLP കോഴ്സ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് കോഴ്സിന് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ +2 ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസ്സായിരിക്കണമെന്ന് നിബന്ധനയ്ക്ക് വിധേയമായിട്ട് ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജിക്ക് പകരമായിട്ട് ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നിവയ്ക്ക് മൊത്തത്തിൽ 50% മാർക്കോടെ ജയിച്ചവർ ആയിരിക്കണം. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്സ് ഉണ്ട് എന്നിവയ്ക്ക് ഓരോന്നിനും പ്രത്യേകം പാസ്സായിരിക്കണം. അതുപോലെ തന്നെ അടുത്തത് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ കേരള ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തത്തുല്യ യോഗ്യതയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും 5% മാർക്ക് ഇളവ് അനുവദിക്കുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷ ജയിച്ചാൽ മാത്രം മതിയാകും. അതുപോലെ OEC അപേക്ഷകർക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകൾ നൽകിയാലും മാർക്കിളവിന് യോഗ്യതാ പരീക്ഷയിൽ SABC അപേക്ഷകർക്ക് അനുവദിക്കുന്ന സൗജന്യം മാത്രമേ ലഭ്യമാവുള്ളൂ. അപേക്ഷാർത്ഥികൾ 2024 ഡിസംബർ 31 17 വയസ്സ് പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിനുള്ള ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. നിശ്ചിത പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതല്ല. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഉയർന്ന പ്രായപരിധിയില്ല. BSc MLT BSc ഒപ്റ്റോമെട്രി എന്നീ കോഴ്സുകളിലെ സർവീസ് കോട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി 31/12/2025 പരമാവധി 46 വയസ്സാണ്. സർവീസ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിപ്പിക്കുന്ന പ്രകാരം അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നിബന്ധനയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇതിൽ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് എങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കറക്ഷൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എത്രത്തോളം പറ്റുമെന്നുള്ളതൊക്കെ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അപേക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി വെക്കണം എന്നിവയൊക്കെ കൃത്യമായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം ഇത് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാമെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ റിസർവേഷൻസ് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് അറിയാനായിട്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്ന് പറഞ്ഞു അത് വേരിയസ് ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ കൃത്യമായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണം എന്നുള്ള അതായത് അഡ്മിഷൻ അല്ല അപേക്ഷിക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു PDF കൃത്യമായിട്ട് നോക്കുക. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് റിസർവേഷനായിട്ട് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിസർവേഷനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ നാഷണാലിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്തും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള രീതിയിലുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം. കാരണം നിങ്ങൾ നീറ്റിനൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് അത് സ്റ്റേറ്റ് ആയിരിക്കില്ല, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളതായിരിക്കും. ഇതിന് അപേക്ഷിക്കാൻ വേണ്ടത് സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളതാണ്. അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത് ഒന്ന് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +2 ജയിച്ചതിൻ്റെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് അതുപോലെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തത് വേണ്ടത് നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അതായത് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ SCBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് എല്ലാ സർട്ടിഫിക്കറ്റും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആദ്യം തന്നെ അപേക്ഷിക്കുമ്പോൾ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നൽകണം. അപ്പോൾ അങ്ങനെ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കളാണെങ്കിൽ അതിനായിട്ടുള്ള തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് വേറെന്തെങ്കിലും റിസർവേഷൻ, അതായത് നിങ്ങൾ വല്ല സർവീസ് കോട്ടയിൽ ഉള്ളവർ ആണെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അനുമതി നൽകിയിട്ടുള്ളതിൻ്റെ ആ ഒരു ഓർഡറിൻ്റെ ആ ഒരു കോപ്പി വേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇത്രയുമാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതായത് ഇവിടെ
ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലൈംസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 24,500 രൂപക്കുള്ളിൽ ഫീസ് ഒരു വർഷം വരും. സെൽഫ് ഫിനാൻസിലാണെങ്കിൽ ഏകദേശം ഒരു 1,20,000 രൂപയാണ് വാർഷിക ഫീസ് ഇനത്തിൽ വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.